എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കയറാം. വിഷയം ഇത്ര ഉള്ളടേ നിസ്സാരം. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോഴത്തേനും കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേ ആളുകൾ സ്ഥിരം വന്നിട്ട് കുറേ ഓഫറുകൾ പറയും. അവിടെ അത് സെയിൽ, ഇവിടെ ഇത് സെയിൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കസാര തല്ലിപ്പൊട്ടിച്ചാലും കിട്ടാത്തത്ര സെയിൽ, ഇത് ഇത്ര രൂപയ്ക്ക് അത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞ് കുറേ സെയിലുകൾ നടത്തും. എന്നാൽ ഈ ഓഫറുകളൊക്കെ വാലിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയില്ല. അവർ സ്ക്രിപ്റ്റ് എഴുതരുന്നു, അവർ വന്നിരുന്ന് പ്രസംഗിക്കും, ഇതാണ് അവർക്കും അറിയത്തുള്ളൂ. അത്തരത്തിൽ ഈ കോസ്മോസ് എന്ന് പറയുന്നൊരു സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കട എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ട് അവരുടെ ഒരു ഓഫർ ഇടിച്ചു. അവർ ഇടിച്ച ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 29, 30 അവർ ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് ആഘോഷിക്കുകയാണ്. അതായത് ബ്ലാക്ക് ഫ്രൈഡേ പ്ലസ് സാറ്റർഡേ ഈ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ ഷോപ്പിൽ വന്ന് ഷോപ്പ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം 99 രൂപയ്ക്ക് 1500 രൂപ വിലമതിക്കുന്ന ഷൂസ് ലഭിക്കും. ഇതായിരുന്നു ആ ഓഫർ. ഈ ഓഫറും കേട്ട് ആളുകൾ അവിടെ ചെന്നപ്പോഴത്തേനും ചെന്ന ആളുകളെല്ലാം പ്ലിങ്. അതിൻ്റെ കാരണം 2499 രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഈ ഷൂസ് 99 രൂപയ്ക്ക് കിട്ടും എന്ന ഓഫറിലേക്ക് അവർ ആ ഓഫറിനെ അങ്ങോട്ടങ്ങ് മാറ്റി. പക്ഷേ ഇതൊന്നും ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റ് ചെയ്തൊരു നമ്മുടെ ഒരു പുള്ളിക്കാരനിട്ട റീല്, എനിക്കറിയത്തില്ല കേട്ടോ ഏതൊരു പുള്ളിക്കാരനിട്ട റീല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് നിങ്ങൾ അറിയില്ലെന്ന് കണ്ടുപോയോ? എവിടെയും കിട്ടൂല ഗൈസ്. 2499 രൂപയ്ക്ക് വില കുറച്ച് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾ എന്തായാലും വരണം ഇൻഷാ അല്ലാഹ്. അതെ, അപ്പോൾ 99 രൂപയ്ക്ക് ഈ ഷൂ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ബ്രാൻഡ് ചെയ്തത്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷേ ഇതുവരെങ്ങും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ എൻ്റെ മിക്ക വീഡിയോയ്ക്കും താഴെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്, ഒരു സുഹൃത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആന മൈക്ക് മാറ്റണമെന്നുള്ളത്. കൂട്ടുകാരാ, മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റി അത്ര സെറ്റായിട്ട് തോന്നുന്നില്ല. അത് സെറ്റപ്പ് ആവണമെങ്കിൽ നമ്മൾ ഇനി ഇത് എടുക്കാം കേട്ടോ. താങ്കളുടെ വാക്കിനെ ഞാൻ മാനിച്ചിരിക്കുന്നു. ഓക്കെ, എനിക്കത് ആരാന്നറിയില്ല, പക്ഷേ പുള്ളിക്കാരൻ 2-3 തവണ കമൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേനും ഈ സാധനം വാർത്തയുമായി നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത ഇന്ന് കാണാം. പാലാരിവട്ടത്ത് സ്പോർട്സ് ആക്സസറികൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനം ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന്റെ മറവിൽ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി യുവാക്കളുടെ പ്രതിഷേധം. കോസ്മോസ് സ്പോർട്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രതിഷേധം. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ഉണ്ട്. എസ് ശ്യാംകുമാർ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കൊച്ചി പാലാരിവട്ടത്തുള്ള കോസ്മോസ് എന്ന സ്പോർട്സ് എക്യുപ്മെന്റുകൾ വിൽക്കുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ വലിയ രീതിയിൽ ഉപഭോക്താക്കളായ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. പോലീസും എത്തിയിട്ടുണ്ട്, പാലാരിവട്ടം പോലീസും എത്തിയിട്ടുണ്ട്. ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ്. അതിന്റെ ഭാഗമായി വലിയ ഓഫറുകൾ ഇവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവരെ ഈ പറഞ്ഞ ഓഫറിൽ പറഞ്ഞ പ്രകാരമുള്ള ഒന്നും കൊടുക്കാതെ അവരെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. എന്താ നിങ്ങൾ സാർ, ഇത് ചീറ്റിംഗ് പരിപാടിയാണ്. ഇത് ആക്ച്വലി നമ്മൾ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത് അവർ അല്ലാതെ ഇട്ടല്ല. 2500 പർച്ചേസ് ചെയ്ത് ചെയ്യണം, എന്നാലേ കിട്ടുമെന്ന് ആരും ഇട്ടിട്ടില്ല. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അറിയുന്ന സംഭവം ഇങ്ങനെയാണ്. നമ്മൾ 3:30 മണിക്ക് ഇവിടെ വന്ന് 3:40 കൗണ്ടറിൽ വരുമ്പോൾ സാധനം സ്റ്റോക്ക് ഔട്ട് ആയി പറയണം. നമ്മൾ ഇതിന്റെ അടുത്തുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല, ആരും മേടിക്കണം. പിന്നെ ആകെ 6 ബൂട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 6 ബൂട്ടിൽ 2 മേടിക്കണമെങ്കിൽ 2500 രൂപ പർച്ചേസ് ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയണം. അങ്ങനെയാണ്. എന്തായിരുന്നു ഓഫർ? ഓഫർ 99 രൂപക്ക് ബൂട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ ബ്ലോഗർമാരെ കൊണ്ട് ഒരു ബ്ലോഗ് ചെയ്യിപ്പിച്ചു. ഇത് കണ്ട് ഈ ജനങ്ങൾ മൊത്തം വന്നു. ഇനിയും വരും, 9 മണി വരെ ഇതുപോലെ ആൾക്കാർ വരും. ഓഫർ ഇനി നാളെ കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെനിക്ക് കൃത്യം അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇത് കണ്ടിട്ടാണ് എല്ലാവരും ഇവിടെ വന്നേക്കണം. എന്തായാലും ഇവിടെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയധികം ആളുകൾ ഇവിടെ എത്തി ബഹളം വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും എത്തി. നമുക്ക് ഈ ഷോറൂമിനുള്ളിൽ നിറയെ പോലീസുകാരെ കാണാം. ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഈ ദിവസത്തിന്റെ പേരിൽ ഒരു ഓഫർ പ്രഖ്യാപിച്ച ആ ഓഫർ ഇല്ല എന്ന് അറിഞ്ഞതിന്റെ പേരിലാണ്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പ്രകാരമുള്ള സാധനങ്ങൾ ലഭ്യമായില്ല എന്നുള്ള കാരണത്താലാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ പോയതും. 3:3 തുറന്നു കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കയറി 2 ഷൂ എടുത്ത്. അതും നമ്മുടെ സൈസ് ഇല്ല. എനിക്കൊക്കെ 8 സൈസ് വേണം, ആ സൈസ് ഇല്ല. ഓൾറെഡി 4, 5, 6 കുഞ്ഞു പിള്ളേരുടെ സൈസ് ഉള്ളൂ, 3 സൈസ് ഉള്ളൂ. അതും റാക്കിൽ 5 പീസ് ഉള്ളൂ, വെറും 5 പീസ്. ഈ 5 പീസിനാണ് ഇവര് 3 മണി തൊട്ട് 9 മണി വരെയും ഓഫർ ഇട്ടേക്കുന്നത്. ഈ തരത്തിൽ ചെറുപ്പക്കാരുടെ ഒരു അസാധാരണ പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത്. പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്തായാലും പോലീസ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. SHOയുടെ നേതൃത്വത്തിൽ ഇവിടെ ചർച്ച നടക്കുകയാണ്. മധു എന്നതിനൊപ്പം പാലാരിവട്ടത്ത് നിന്ന് എസ്. അപ്പോൾ ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ. ഇവർ 99 രൂപയ്ക്ക് നിവിയയുടെ ഷൂ കിട്ടുമെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്തു. പക്ഷേ കയറി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് 2500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഷൂ കിട്ടത്തുള്ളൂ എന്ന്. അങ്ങനെ ഇത് ഭയങ്കര പ്രശ്നമായ സാഹചര്യത്തിൽ കുറേ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ചേട്ടന്മാരെ കൊണ്ട് ഇവർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഈ പരസ്യമൊക്കെ. ഈ കോസ്മോസ് ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരുന്നതാണ്, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ കോസ്മോസിൻ്റെ പേജിൽ അവരുടെ സൈഡിൽ നിന്നൊരു എക്സ്പ്ലനേഷൻ വന്നു. അതപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവർ പറയുമല്ലോ. എന്താ സംഭവിച്ചത്
പ്രതീക്ഷിച്ചതെന്ന് പറയുന്നില്ല, പക്ഷേ പുള്ളി കുറേ മാപ്പൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇത്രയും കണ്ട സ്ഥിതിക്ക് നമുക്ക് പുള്ളിയുടെ മാപ്പും കൂടെ അങ്ങ് കണ്ടേക്കാം. വിശാല മനസ്കനായ ആശാൻ പുള്ളിക്കാരനോട് ക്ഷമിക്കണം, നമുക്ക് ക്ഷമിക്കാം. ആദ്യം പുള്ളിയുടെ മാപ്പ് കാണട്ടെ. ഒരു മാപ്പ് പറച്ചിലോ ഒരു അപ്പോളജിക്സ് പറയുന്നതും കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഉണ്ടായ വിഷമങ്ങളെ ഞങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. നവംബർ 29-30 വേണ്ടി കോസ്മോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഫ്രൈഡേ സെയിലിന് നവംബർ 29 നിങ്ങൾ തന്ന റെസ്പോൺസ് വളരെ പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച അത്ര നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ അതിൽ വളരെ ദുഃഖിതരാണ്. ഇനി വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യുന്നുള്ളത് പ്രോമിസ് ഞങ്ങൾ നിങ്ങൾക്ക് തരും. ബിക്കോസ് കോസ്മോസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറാണ് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു മൂമെന്റും ഒരു സ്റ്റെപ്പും ഫോർവേഡ് ചെയ്ത് വരുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങൾ നിങ്ങളെ റിക്വസ്റ്റും ചെയ്യും. 30-ാം തീയതി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്. കാരണം 29-ാം തീയതി ഞങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് സെർവ് ചെയ്യാൻ പറ്റാത്ത കാരണം എത്രയും വേഗം ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ ഓഫറുകളുമായി വരും. നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്താൽ എന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു. താങ്ക്സ്. ഇത് അവരുടെ ബിസിനസ് ഹെഡാണ് സംസാരിക്കുന്നത്. അതിനകത്ത് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് പറ്റില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല. എൻ്റെ പൊന്ന് സാറേ, നമ്മൾ പ്രതീക്ഷിച്ച പോലെ വരാത്തല്ല, നിങ്ങൾ പറഞ്ഞ് മിസ്ലീഡ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ സൗത്തിഫൈ കൊല്ലം, സൗത്തിഫൈ കേരള, സൗത്തിഫൈ ട്രിവാൻഡ്രം ഇവർ ഈ പ്രൊമോഷൻ വളരെ നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്കകത്ത് ദിസ് വാസ് ദി കണ്ടന്റ് ഷെയർഡ് ടു ഓൾ ഇൻഫ്ലുവൻസേഴ്സ് അബൌട്ട് ഓഫർ സെയിൽ. ഇതാണ് ഇൻഫ്ലുവൻസേഴ്സിനെല്ലാം ഓഫർ സെയിലിനെ കുറിച്ച് അയച്ചു കൊടുത്ത സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്പോർട്സ് ലവേഴ്സിന് ദിസ് ഈസ് യുവർ ചാൻസ്, ബ്ലാക്ക് ഫ്രൈഡേ സ്പോർട്സ് ബ്ലാസ്റ്റ് അറ്റ് കോസ്മോസ് സ്പോർട്സ്. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽസ് എത്തി, കോസ്മോസ് സ്പോർട്സ്. ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ സാധനങ്ങൾ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ഓഫ് അപ് ടു അതും നമുക്ക് വേണ്ട. ബ്ലാക്ക് ഫ്രൈഡേയിൽ നിങ്ങൾക്ക് അതും നമുക്ക് വേണ്ട. നിവിയ ബൂട്ട്സിന് വെറും 99, MRP 1499. പെട്ടെന്ന് തന്നെ വാങ്ങൂ. എന്തോ അത് എനിക്ക് ഈ ലാപ്പിൽ ക്ലിയർ ആകുന്നില്ല, നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് കാണുമായിരിക്കും. ലോ പ്രൈസ് വേറെ എവിടെയും കിട്ടില്ല. അഡിഡാസ് ടീഷർട്ട് വെറും 199, MRP ഒരു 9 രൂപ കൂടുതൽ, 1999. പ്യൂമ ടീഷർട്ട് വരും 199, 2999. എനിക്ക് ഇതിനകത്ത് സൂം ചെയ്തിട്ട് ക്ലിയർ ആകുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിനകത്തെങ്ങും ഈ 2499 വിറ്റാൽ മാത്രമേ സാധനം വാങ്ങിയാൽ മാത്രമേ ഈ ഓഫർ ആപ്ലിക്കബിൾ ആകൂ എന്നിവരെങ്ങും പറഞ്ഞിട്ടില്ല. സോ ഇറ്റ്സ് എ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. ഈ മിസ്ലീഡ് ചെയ്ത ആളുകളെ അതിനകത്ത് കേൾക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. ഇനി നമുക്ക് നമ്മുടെ സൗത്തിഫൈ ചാട്ടൻ ഇട്ടത് കണ്ടു കഴിഞ്ഞാൽ, ദിസ് വാസ് ദ കണ്ടന്റ് ഷെയർഡ് ടു ഓൾ ഇൻഫ്ലുവൻസേഴ്സ് അബൌട്ട് ദി ഓഫർ സെയിൽ. ദിസ് വാസ് ദി കണ്ടന്റ് ഷെയർഡ് ടു ഓൾ ഇൻഫ്ലുവൻസ്. അതായത് ഈ കണ്ടന്റാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഷെയർ ചെയ്ത് ഇവർ കാശ് മേടിക്കുന്നു. ഇവരൊരു സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നു. ആ സ്ക്രിപ്റ്റ് അതേപോലെ അങ്ങ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന മഹാചേട്ടന്മാർ ചെയ്യുന്നത്. ഇത് സ്ഥിരം കാണും. ഇവിടെ ചാത്തന്നൂർ മ്യൂബൽ ആ ഓഫർ ഈ ഓഫർ എന്ന് പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് എനിക്കിതൊരു ഓഫർ കിട്ടില്ല. അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. മ്യൂബൽ ഒരു പറ്റിയൊരു ഷോപ്പ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോസ്മോസും അങ്ങനെ അല്ലായിരുന്നു. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ മ്യൂബൽ ഇന്ന് വരെ എനിക്കങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടില്ല. ഹാരിസ് ഗോൾഡ് എന്ന് പറയുന്നൊരു സാധനത്തിനകത്ത് നമ്മുടെ മച്ചാൻ ഗാലറി സ്ഥിരമായിട്ട് ചെയ്തിട്ട് ഈ മച്ചാൻ ഗാലറി ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരം. ഞാനങ്ങനെ വൈഫിനൊരു കമ്മൽ വാങ്ങാൻ പോയപ്പോഴത്തേനും അത് ഒരു കമ്മലിനൊരു റേറ്റ്, 2 കമ്മലായിട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു റേറ്റ്. ഈ ഒരു കമ്മലിൻ്റെ റേറ്റ് അവർ പറഞ്ഞത്. പിന്നെ ഈ കമ്മലിൻ്റെ സ്വർണ്ണത്തിലുള്ള സ്റ്റോൺ ഉണ്ടല്ലോ, ഈ ഒരു കമ്മലിന് വിത്ത് സ്റ്റോണാണ് ഗോൾഡിൻ്റെ റേറ്റ് കൊടുക്കുന്നത്. അതായത് സ്റ്റോണിൻ്റെ വെയിറ്റോടെ ചേർത്ത് നമ്മൾ ഗോൾഡിൻ്റെ റേറ്റ് കൊടുക്കണം. ഞാനിത് മച്ചാൻ ഗാലറിക്ക് ഞാൻ മെസ്സേജ് അയച്ചു, താങ്കൾ ഇങ്ങനത്തെ ഫേക്ക് പ്രൊമോഷൻസ് ചെയ്യരുത്, നിങ്ങളുടെ വീഡിയോ ഞാൻ സ്ഥിരമായി കാണുന്നതാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് ഞാൻ ഫേക്കായിട്ടുള്ള പ്രൊമോഷൻ ചെയ്യില്ല ബ്രോ, അത് ഭയങ്കര ജെന്യൂൻ ആണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ടീം എന്നെ വിളിച്ചു. അതായത് ഹാരിസ് ഗോൾഡിൻ്റെ ടീം എന്നെ വിളിച്ചിട്ട് അത് നമ്മൾ അങ്ങനെയല്ല ബ്രോ ചെയ്യുന്നത്, നമ്മളത് ആ ഒരു പീസ് ഒന്നായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇയർ റിങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുമ്പോഴത്തേനും ഒരു പീസിൻ്റെ റേറ്റ് ആണോ പറയുന്നതൊക്കെ പറഞ്ഞു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കട്ടെ. ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിലോട്ട് പോകുന്നില്ല, കാരണം അവരുടെ ഒന്നും ബിസിനസ് നശിപ്പിക്കണമെന്ന് എനിക്കില്ല.
എന്നിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഹാരിസ് ഗോൾഡ് എന്നോട് നന്നായിട്ടാണ് അവരുടെ വിളിച്ച ആൾ എന്നോട് ഡീൽ ചെയ്തത്. ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, വീണ്ടും ഷോപ്പിലേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു കമ്മലിൻ്റെ പടം ഇട്ടിട്ട് ഒരു കമ്മലിൻ്റെ റേറ്റ് മാത്രം പറഞ്ഞൊന്നും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ സംഭവിച്ചത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഓരോ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ അവർക്കൊരു സ്ക്രിപ്റ്റ് കൊടുക്കും. ഇതാണ് നിങ്ങൾ പറയേണ്ട സാധനം, ഇത് ഇവന്മാർ കാണാതെ പഠിച്ചിട്ടാണ് അതാണ് ഗൈസ് ഇവിടെ പമ്പിച്ച് ഓഫർ ഗൈസ്, ഇത് ആ ഓഫർ ഗൈസ്, ഇത് മേടിച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ഗൈസ്, ഇത് എറിഞ്ഞ പൊട്ടത്തില്ല ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവരെഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് അവർ പറയുന്നത്. ഈ സ്ക്രിപ്റ്റിനുള്ള പൈസ മേടിച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളിലേക്ക് ഓഫർ എത്തിക്കുക, നിങ്ങൾ ഓഫർ അറിയിച്ച് നിങ്ങളെ അങ്ങ് ഉത്തേജിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ചെയ്യുന്നത്. ബേസിക്കലി ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ അത് നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് എത്ര ശതമാനം വർക്കാകും എന്നുള്ള കാര്യം നമുക്കറിയില്ല, അത് പോയി തന്നെ നോക്കേണ്ടി വരും എന്തായാലും. ഏതായാലും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള മച്ചാന്മാരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നളിയന്മാരെ, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത സാധനം നിങ്ങൾ ചെയ്യരുത്. ചുമ്മാ കാശ് തരുന്നെന്നും പറഞ്ഞൊന്നും എന്ത് സാധനവും കയറി പ്രൊമോട്ട് ചെയ്യാനൊരു സാധനം ചെയ്യല്ലേ. ചിലയിടത്ത് ഫുഡിൻ്റെ ചെയ്യും, അത് വായി വെക്കാൻ കൊള്ളാത്ത ഫുഡ്, എന്നാ ടെക്സ്റ്ററാ എന്നാ ടേസ്റ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചങ്ങ് കീച്ചെന്നാണ്. ഇവനൊക്കെ ഇത് വായിലിട്ടിട്ട് എങ്ങനെ എക്സ്പ്രഷൻ കാണിക്കുക ചെയ്യുന്നുള്ളതാണ്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഈ ചാനൽ അത് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മതി. ഇവന്മാർ അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചിട്ട് മോശം ഫുഡായിരുന്നു. ഇതൊക്കെയാണ് കോസ്മോസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കോസ്മോസിൽ പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഏതായാലും ഇനിയും ഇത്തരം ഓഫറുകൾ വരുത്തനും കോസ്മോസിൻ്റെ ഇനിയും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഓഫറുമായിട്ട് അവർ വരും. അതെങ്കിലും ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാതെ സത്യസന്ധമായിട്ടുള്ള ഓഫറും കൊണ്ടുപോയി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ചീത്തപ്പേരായില്ല എൻ്റെ പൊന്നെണ്ണ. നിങ്ങൾ മര്യാദയ്ക്ക് ഇത്ര രൂപയ്ക്ക് മേടിച്ചായിരുന്നെങ്കിൽ ആ ഓഫർ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ ഒരു കാറ്റഗറി ആളുകൾ മാത്രം വരത്തില്ലായിരുന്നു. ചുമ്മാ 99 രൂപയ്ക്ക് മലമറിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വിളിച്ച് കയറ്റിയിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൈസയില്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയായില്ലേ ഇത്. അവിടെ വന്ന് സാധനം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് 99 ആയിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം 2500 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യണം. 2500 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് 99 രൂപയുടെ സാധനം തരും. 99 രൂപയുടെ സാധനം തരണമെങ്കിൽ ആകെ 4 എണ്ണേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ സൈസിലുള്ളതാണില്ല. പക്ഷേ ഇതിന് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് 99 രൂപയ്ക്ക് കിട്ടും, നിങ്ങൾക്ക് 99 രൂപയ്ക്ക് എടുക്കാം. എന്തോന്നടേ ഇത്? മര്യാദയ്ക്ക് കച്ചവടം ചെയ്ത് ജീവിക്കും, നാട്ടുകാരെ ഉണ്ടാക്കി ജീവിക്കാതെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അനുഭവങ്ങൾ മറ്റേതെങ്കിലും കമ്പനിയുടെയോ മറ്റേതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റുകളെ രേഖപ്പെടുത്തുക. മറ്റൊരു ഡേറ്റ് കാണുന്നവരെ ബൈ.